ദൈവനാമത്തിന് മഹത്വം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവം തന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ശക്തി ലഭിക്കും. നമുക്ക് ശക്തി ലഭിച്ചിട്ട് ആ ശക്തി എന്തിനാണ് നമ്മൾ ആ ശക്തി നമുക്ക് ദൈവം തരുന്നത്? അതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട് മനുഷ്യർ. നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളുക, നമുക്ക് ശക്തി വേണ്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ, ക്രിസ്തു കരുണ കാണിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു ചേർത്ത് പിടിച്ചതുപോലെ അപരനെയും ചേർത്ത് പിടിക്കുവാൻ കർത്താവായ ദൈവം നമുക്ക് തന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ എല്ലായിടത്തും, ഭൂമിയിലെല്ലായിടത്തും നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ആ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.